മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അസുഖത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി വാർത്തകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഉള്ളതും ഇല്ലാത്തതുമായ കുറെ അസുഖങ്ങൾ മമ്മൂട്ടിയുടെ പേരിൽ ചാർത്തിക്കൊണ്ടാണ് പലതും വന്നിരിക്കുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി മമ്മൂട്ടിയെ ഞാൻ വിളിക്കുന്നു, മമ്മൂട്ടിക്ക് മെസ്സേജ് അയക്കുന്നു, മമ്മൂട്ടി ആ മെസ്സേജിൻ്റെ മറുപടി അയക്കുന്നു. ആ മറുപടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യരെ ഇല്ലാതാക്കുന്ന മാന്ത്രിക വിദ്യ ചില മാധ്യമങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. യേശുദാസിനെ എത്രയോ പ്രാവശ്യം കൊന്നു, ജീവിച്ചിരിക്കുന്ന പല നടന്മാരെയും നടികളെയും കൊന്നു. അത് ചിലർക്കൊരു ഹരമാണെന്ന് ആലോചിക്കണം. ഇപ്പോഴിതാ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾ പെരുപ്പിച്ച് ഉണ്ടാക്കിയിരിക്കുന്നുള്ളതാണത്. പലരും ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തത്? നിങ്ങൾ മമ്മൂട്ടിയുടെ ആളല്ലേ? മമ്മൂട്ടിയെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് കുറേ നെഗറ്റീവായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ആളല്ലേ, എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: വാർത്തകൾ വന്നും പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഇപ്പോഴും പറയുന്ന വാർത്തകളിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. അത് ശരിയല്ലാത്ത ഒരു വാർത്തയും ഞങ്ങൾ ഇന്നേ വരെ കൊടുത്തിട്ടില്ല. ഞങ്ങൾ എതിരാളികൾ മറിച്ച് പറയുമായിരിക്കാം. ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി കഴിഞ്ഞ 2-3 ദിവസമായി ഞാൻ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട പലരെയും വിളിച്ചു. എന്താണ് സത്യാവസ്ഥ? പക്ഷെ പലരും ഇതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ തന്നെ ആ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമല്ലെങ്കിലോ എന്നുള്ള ചെറിയ നേരിയ ഭയവും ഉണ്ടായിരിക്കണം. അപ്പം എന്നേക്കാൾ കൂടുതൽ വാർത്ത കിട്ടുന്ന ചില സംവിധായകരും നടന്മാരും ഉണ്ട്. അവരൊക്കെ പലരും താമസിക്കുന്നത് എറണാകുളത്ത് തന്നെയാണെന്ന് ആലോചിക്കണം. അവരെ വിളിച്ചിട്ടും അവരുടെ മറുപടിയും ഒരു പോസിറ്റീവ് രീതിയിലായിരുന്നില്ല എനിക്ക് കിട്ടിയത്. പക്ഷെ ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. വന്നുകൊണ്ടിരിക്കുന്ന ചാനലുകൾ നോക്കി, യൂട്യൂബ് എല്ലാം നോക്കി, അതിലൊക്കെ മമ്മൂട്ടിക്ക് എന്തോ മഹാരോഗം പിടിപെട്ടിരിക്കുന്നു, ആ രീതിയിലാണ് സംസാരിച്ചു കൊണ്ടത്. മദ്രാസിൽ കുടുംബസമേതം താമസിച്ചിരിക്കുന്നു, കുടുംബസമേതം ഒരു ഹോസ്പിറ്റലാണ് എന്നൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആലോചിക്കുന്നത്, ഇവിടെ അസുഖങ്ങളില്ലാത്ത ആരുണ്ട്? ഇവിടെ എല്ലാ അസുഖങ്ങളും നമ്മളിലുണ്ട്. ചില പ്രത്യേക സമയങ്ങളിൽ അത് പുറത്തു വരുന്നത് മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കണം. അസുഖങ്ങൾ അവർക്കുണ്ടാവാം, ചികിത്സിക്കാം. ഇതൊക്കെ ഒരു വ്യക്തിപരമായ കാര്യങ്ങളല്ലേ? അതിങ്ങനെ പെരുപ്പിച്ച് പറയേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേറൊരു മാധ്യമ സുഹൃത്ത് ചോദിച്ചു, നമ്മളൊക്കെ വാർത്തകൾ കിട്ടിയാൽ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമായിട്ട് ഫ്ലാഷ് ചെയ്യാനല്ലേ ശ്രമിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് ഇവിടെ അറിയാതെ മുമ്പ് ഇവിടെ പ്രധാനമന്ത്രിയെ മൊറാർജി ദേശായി ഈ കേരളത്തിൽ വന്നപ്പോൾ ഒരു പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ ജീവത്യാഗം ചെയ്തുകൊണ്ടാണ്, അത്രയും മാത്രം റിസ്ക് എടുത്തുകൊണ്ട് ഒരു ഫോട്ടോ പ്രസിദ്ധിച്ച് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്, അതിൽ അഭിനന്ദിക്കണം. അതാണ് ആറ്റാരും കിട്ടാത്തൊരു ഫോട്ടോ. ഇത്രയും അത് സെക്യൂരിറ്റി ഉണ്ടായിട്ട് പോലും മൊറാർജി ദേശായി കോവളത്ത് കുളിക്കുന്ന ഫോട്ടോ എടുത്ത് അടിച്ചത് ഇവിടുത്തെ പ്രശസ്തമായൊരു പത്രമാണെന്ന് ആലോചിക്കണം, പ്രശസ്തമായ ഫോട്ടോഗ്രാഫറാണെന്ന് ആലോചിക്കണം. അത് അഭിനന്ദനം തന്നെയാണ്. അതിൻ്റെ പുറകിൽ വരുന്ന കേസുകൾ വേറെ എന്ന് വിചാരിച്ചിട്ട് ഒരു മനുഷ്യന് അത് ഡോക്ടർ പറഞ്ഞിട്ടില്ല, ആശുപത്രി പറഞ്ഞിട്ടില്ല, ചികിത്സിക്കുമ്പോൾ സ്ഥലം പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അതും പറയാത്ത കാലം വരെ ഒരു ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രിയപുത്രനായ മമ്മൂട്ടിക്ക് ഇന്ന രോഗമാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് അതിന് വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ഒരു ഭീകരത പടർത്തുന്നത് ശരിയായ രീതിയിലാണോ? ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. കാരണം ആ വാർത്ത സത്യമല്ലെങ്കിലോ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. മമ്മൂട്ടി കേസ് കൊടുക്കില്ല, വേറെ കാര്യം. പക്ഷെ അത് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സത്യാവസ്ഥ എങ്കിലും അന്വേഷിക്കേണ്ടതല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, അസുഖങ്ങൾ പറഞ്ഞില്ലെങ്കിലോ എന്നുള്ളത്. അസുഖങ്ങൾ പറയും, പറയാതിരിക്കാം. ഇപ്പം ഞാൻ മമ്മൂട്ടിയുടെ കാര്യം എന്തോ ആവട്ടെ, എൻ്റെ മുന്നിൽ 2 കേസുകളുണ്ടെന്ന് അയക്കണം. ഒന്ന്, നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെൻ്റ് തൻ്റെ അസുഖങ്ങൾ എന്തൊക്കെയുണ്ട്, ജലദോഷം വന്നാലും വിളിച്ചു പറയും, എന്തു വന്നാലും വിളിച്ചു പറയും. അദ്ദേഹത്തിന് ക്യാൻസർ വന്നിരുന്നു. അദ്ദേഹമല്ലോ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. അതിൻ്റെ പേരിൽ അനുഭവങ്ങളുണ്ടായി. ക്യാൻസർ വാർഡിൽ ചിരി എന്ന് പറഞ്ഞ പ്രശസ്തമായ പുസ്തകം എഴുതിയെന്ന് ആലോചിക്കണം. അദ്ദേഹം ആ രീതിയിലാണ്, അതായത് ആ രോഗത്തെ ഒരു തമാശ പോലെ കണ്ടിരുന്നൊരു മനുഷ്യൻ. അതിൻ്റെ ഏറ്റവും ഉദാഹരണം MP ആയിരുന്ന ഒരവസരത്തിൽ ഡൽഹിയിലായിരുന്നു.
അപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരു നെഗറ്റീവായൊരു വാർത്ത കിട്ടി. ഹീസ് നോ മോർ എന്ന അർത്ഥത്തിലാണ് ആ വാർത്ത വന്നിട്ടുള്ളത്. ഞാൻ അങ്ങനെ സംഭവം ഉണ്ടാവും, വഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ഡൽഹിയിൽ നേരിട്ട് വിളിച്ചു. അത് MP ഫോണിലാണ് വിളിച്ചത്, അതെടുക്കണമെന്നറിയാം. അപ്പോൾ ആ ബെല്ലടിക്കുന്ന കണ്ടപ്പോൾ അവിടെ ഇന്നസെൻ്റ് ശബ്ദം കേട്ടാടാ മോനെ സോണറ്റെ, ആ ഫോണെടുത്ത് ആ പല്ലിയെ വിളിച്ചിരിക്കുന്നത്, അവൻ വിളിച്ചിരിക്കുന്നത് ഞാൻ മരിച്ചോ എന്നറിയാൻ എന്നെ വിളിച്ചത്, നീ ഒന്ന് എടുത്ത് സംസാരിച്ച് എനിക്ക് ഫോൺ തന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ചിരിയും വരുന്നുണ്ട്. കാരണം ഇന്നസെൻ്റ് ആ സമയത്ത് പോലും തൻ്റെ മരണം പ്രഖ്യാപിച്ച് അത് അറിഞ്ഞിട്ട് പോലും വിളിക്കുമ്പോൾ പോലും ഇങ്ങനെ രസകരമായി സംസാരിക്കാനുള്ള മനസ്സ് അന്ന് ഇന്നസെൻ്റ് ഉണ്ടായിരുന്നു. ഇന്നസെൻ്റ് ഫോൺ വിളിച്ചു, നീ ഇത്രയും ദിവസം എന്നെ വിളിച്ചിട്ടില്ല, നീ നിൻ്റെ ആവശ്യത്തിന് മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ എന്നറിയാം. ഇപ്പോൾ ഞാൻ മരിച്ചോ എന്നുള്ള വാർത്ത അവിടെ ചിലർ അറിഞ്ഞിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കാനല്ലേ എന്നെ വിളിച്ചത്. ഡെഡ് ബോഡി സംസാരിക്കുമോ? ഇല്ലല്ലോ. ഇപ്പം നിനക്ക് മനസ്സിലായോ എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്? അതുകൊണ്ട് നിനക്ക് യുക്തമായ രീതിയിൽ നിനക്ക് മനസ്സിലായ രീതിയിൽ നീ പറയുകയും ചെയ്യുന്നു. അതൊരു കാര്യം. മറ്റൊന്നൊരു മമത മോഹൻദാസ്, മലയാളത്തിൽ അതായത് വളരെ ഒരാൾക്കൊരു ദ്രോഹം ചെയ്യാത്ത ഒരു നടിയാണെന്ന് ആലോചിക്കണം. ഹരിഹരൻ്റെ പടത്തിൽ ആദ്യമായി മയൂഖത്തിൽ അഭിനയിക്കാൻ വരുമ്പോൾ തന്നെ കണ്ടു നിശബ്ദമായ ഒരു പെൺകുട്ടിയാണെന്ന് ആലോചിക്കണം. പറയാനുള്ള കാര്യങ്ങൾ ശരിക്കും സത്യസന്ധമായിട്ട് പറയും. പല ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ട്. കൂടുതൽ അടുപ്പങ്ങൾ, അതായത് അത്രയും വലിയ അടുപ്പങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടായിട്ടില്ല. അത്യാവശ്യം ചെല്ലുമ്പോൾ ലൊക്കേഷനിൽ ഇൻ്റർവ്യൂ എടുക്കും. ആ ഇൻ്റർവ്യൂക്ക് മനോഹരമായ ഇൻ്റർവ്യൂ ആണ്, ചില കാര്യങ്ങൾ സംസാരിക്കും. പക്ഷേ ഏറ്റവും വേദനിപ്പിച്ചത് മമതാ മോഹൻദാസിന് ക്യാൻസർ പിടിപെട്ടപ്പോൾ അവർ അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ നിന്നാണ് മരുന്ന് വരുത്തിയിരുന്നത് ആലോചിക്കണം. ഈ മരുന്നിൻ്റെ കിറ്റുകളുമായിട്ടാണ് അവർ കേരളത്തിൽ അഭിനയിക്കാൻ വന്നത്. അതിൽ ഒരു നേരം മരുന്ന് കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അവർക്ക്. ആ മരുന്ന് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന മരുന്നാണ്, വില കൂടിയ മരുന്നാണെന്ന് ആലോചിക്കണം. ഈ രാവിലെ ഷൂട്ടിംഗ് തുടങ്ങി ഉച്ചയ്ക്ക് ഈ മരുന്ന് കഴിക്കാൻ വേണ്ടി കിറ്റ് നോക്കിയപ്പോൾ ആ മരുന്ന് കിറ്റില്ല. ആ മരുന്ന് കിറ്റ് ആരോ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഉച്ചയ്ക്കും വൈകിട്ടും മമതാ മോഹൻദാസിന് മരുന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഒരു നേരം പോലും മരുന്ന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ 2 നേരം പോലും മരുന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മദ്രാസിലേക്ക് അത് അത്രയും വേഗം യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പിന്നെ ആ മരുന്ന് വരുത്തിയെന്ന് ആലോചിക്കണം. അപ്പം നമ്മുടെ ആൾക്കാർ ഏതെല്ലാം രീതിയിലാണ് ക്രൂരന്മാരാകുന്നത് മനസ്സിലാക്കണം. മമതാ മോഹൻദാസിനും തൻ്റെ അസുഖം ഇന്നതാണ് എന്ന് പറയാൻ ഒരു മടിയും ഉണ്ടായിട്ടില്ല എന്നാലോചിക്കണം. അങ്ങനെ പലരുമുണ്ടെന്ന് ആലോചിക്കണം. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ചിലർ പറയും, ചിലർ പറയാതിരിക്കുന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞു വരാൻ കാരണം, മമ്മൂട്ടിക്ക് അസുഖങ്ങളുണ്ടാവും. 73 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ്. രാവും പകലും നോൺ സ്റ്റോപ്പായിട്ട് അഭിനയം എന്നൊരു ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ പ്രായമായിട്ട് പോലും ചെറുപ്പക്കാരേക്കാൾ വെല്ലുന്ന രീതിയിൽ, ചെറുപ്പക്കാരെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ വളരെ കുറച്ച് സിനിമയിൽ അഭിനയിക്കുന്നുള്ളൂ. അതിനെ വെല്ലിയിട്ട് വെറും സിനിമ മാത്രമല്ല, വിവാദപരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അവസാനമായി സ്റ്റണ്ട് അതുപോലും ഡൂപ്പിടാതെ അഭിനയിച്ചുകൊണ്ട് അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്രമവുമില്ല, ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കില്ല. അതായത് ശരീര സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ഇഷ്ടപ്പെട്ട ആഹാരം പോലും കഴിക്കില്ല. ഞങ്ങൾ പരിഹസിക്കാറുണ്ട്. ഫുഡ് കൊണ്ടുവരുമ്പോൾ പുല്ല് കൊണ്ടുവരും. പശുവിൻ്റെ വയറ്റത്തടിക്കില്ലേ മമ്മൂട്ടി നിങ്ങൾ ചെയ്യുന്നത്? പശു കഴിക്കേണ്ട പുല്ല് പോലും നിങ്ങൾ കഴിക്കുന്നു. അത്രയും ദുഷ്ടതരം ചെയ്യുന്നത് കളിയാക്കാറുണ്ട്. അതായത് പ്രകൃതി ചികിത്സ കൊണ്ട് ആഹാരം നിയന്ത്രിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മമ്മൂട്ടിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ വന്നപ്പോൾ, ഞങ്ങളെന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല ചോദ്യം വന്നപ്പോൾ, ഞാൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഈ അവസരത്തിൽ വിളിക്കുന്നത് ശരിയല്ല. അപ്പം ഞങ്ങൾ വല്ലപ്പോഴും മെസ്സേജ് അയക്കുക, വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടു, മമ്മൂട്ടി താങ്കളെക്കുറിച്ച് ഇങ്ങനെ കുറേ വാർത്തകൾ പരന്നിട്ടുണ്ട്, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ, നിങ്ങൾ ട്രീറ്റ്മെൻറ്റിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, സത്യമാണ്. എന്ത് സത്യം? ഞാൻ ചോദിച്ച ചോദ്യം ട്രീറ്റ്മെൻറ്റിലാണോ എന്നുള്ളതാണ്. അപ്പം അതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം സത്യമാണെന്ന് പറഞ്ഞത്. പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുപ്പമുള്ളവർ പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും മമ്മൂക്കയ്ക്ക് സംഭവിച്ചിട്ടില്ല. മമ്മൂക്കയുടെ ഇപ്പോൾ അവസ്ഥ എന്ന് വെച്ചാൽ കുറച്ച് വിശ്രമം വേണം. പിന്നെ ചില ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. ആ ചികിത്സ ഇന്ന അസുഖമാണെന്ന് തെളിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ നോമ്പിൻ്റെ സമയമാണെന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ,
മമ്മൂട്ടി ഇല്ലാതായി എന്ന് പറഞ്ഞ് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഏപ്രിൽ മാസത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫാസിലും നയൻതാരയും കുഞ്ചാബോക്കൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സിനിമ അതിൻ്റെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങുകയാണ് ഏപ്രിൽ മാസം. അവിടെ മമ്മൂക്ക എന്തായാലും അഭിനയിക്കാനുണ്ടായിരിക്കും. മറ്റൊന്ന് ഏപ്രിൽ 10 ബസൂക്ക, മമ്മൂക്കയുടെ ഒരു പ്രസ്റ്റേജ് ചിത്രം എന്ന് പറയുമ്പോൾ ഇത് കലൂർ ഡെന്നിസിൻ്റെ മകൻ ഡിജോ ഡെന്നിസ് ചെയ്യുന്നൊരു പടമാണ്, എഴുതി സംവിധാനം ചെയ്യുന്ന പടം. അതിനെക്കുറിച്ചാണ് അദ്ദേഹം അവസാനം സംസാരിച്ചതെന്ന് ആലോചിക്കണം. വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ആ സിനിമ 10 റിലീസ് ചെയ്യും. ഇത് രണ്ടും ഏപ്രിൽ മാസം നടക്കുന്ന സംഭവങ്ങളാണെന്ന് ആലോചിക്കണം. അപ്പോൾ കേട്ടുകേൾവികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഈ സത്യം ഈ കേൾക്കുന്നതൊന്നും അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിതൊന്നും വിശ്വസിച്ചിട്ടില്ല. മമ്മൂട്ടി എനിക്ക് ഇട്ട പോസ്റ്റ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയ മഹാനായ ഈ കലാകാരൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അസുഖബാധിതന അല്ലാതെ രോഗത്ത് മുക്തിയായി തിരിച്ചു വരട്ടെ. അത് ഈ രാജ്യത്ത് നമുക്ക് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ, വലിയ മനുഷ്യൻ നമുക്ക് ആവശ്യമാണ്. മലയാള സിനിമയിലെ വലിയ ആൽമരമായി നിൽക്കുന്ന മമ്മൂട്ടിയുടെ തണല്, അഭിനയത്തിൻ്റെ തണല് ഈ രാജ്യത്ത് സിനിമാ പ്രേമികൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു.